നീതുവിൻ്റെ ചേട്ടൻ വീട്ടിൽ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരീഷിൻ്റെ അച്ഛൻ പുറത്തോട്ട് ഇറങ്ങി ചോദിക്കും, എന്താണ് നിനക്കൊക്കെ വേണ്ടത്? നീതുവിൻ്റെ ചേട്ടൻ കാര്യം മാത്രം പറയുന്നില്ല, നിങ്ങളുടെ മെക്കാനിക്ക് എവിടെയെന്ന് ചോദിക്കും. അച്ഛൻ പറയും, അവൻ വർക്ക്ഷോപ്പ് കാണും. പിന്നെ അവനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവനെ മര്യാദയ്ക്ക് നിർത്തിക്കോണം. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, കാര്യമൊക്കെ ഞാൻ അറിയിച്ചു കൊടുത്തോളാം. സുഭാഷും ശ്രുതിയും കൂടി പുറത്തേക്ക് വരികയാണ്. അവരും ചോദിക്കും, എന്താ കാര്യം? അച്ഛൻ പറയും, ഇവന്മാരുടെ എന്തോ വണ്ടി കേടായതാ, ഇവരോട് ഞാൻ കുറേ തവണ പറഞ്ഞാ അവൻ വർക്ക്ഷോപ്പ് കാണുന്നു. ശ്രുതി കാര്യം ചോദിക്കുമ്പോൾ അവൻ ഈ രീതിയിൽ തന്നെ പിന്നെയും പറയുന്നത്. ഒടുവിൽ പെങ്ങളെ ശല്യം ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഇവർ ചോദിക്കും, നിൻ്റെ പെങ്ങൾ ആരാണെന്ന്. നീതു എന്ന് പറയുമ്പോൾ ഇവർക്ക് സംഗതി മനസ്സിലാവും. സുഭാഷ് പറയും, അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്, വേണമെങ്കിൽ നമുക്ക് കല്യാണം നടത്താം. നീതുവിൻ്റെ ചേട്ടൻ പറയും, ഈ വീട്ടിലേക്കോ? നിനക്ക് എങ്ങനെ ധൈര്യം വന്നാടാ ഇത് പറയാൻ? ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് സുധീഷ് നീതുവിൻ്റെ ചേട്ടനെ അടിക്കുകയാണ്. ഇവിടെ വന്നിട്ട് നീ ഞങ്ങളെയൊക്കെ വെല്ലുവിളിക്കുന്നോടാ. അച്ഛൻ ചോദിക്കും, എൻ്റെ മോൻ നിൻ്റെ വീട്ടിൽ വന്ന് അവളോട് സംസാരിച്ചതൊന്നുമില്ലല്ലോ? അവളവനെ കാണാൻ വന്നപ്പോൾ അവനും സംസാരിച്ച് കാണും. അച്ഛനൊരു മരക്കഷ്ണം കൈ പിടിച്ച് അവരെയൊക്കെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. ശ്രുതിയും നിധിയും കൂടെ ഡിവോഴ്സിന് വേണ്ടി വരികയാണ്. അവിടെ നിന്ന് ചോദിക്കും, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? നിധി പറയും, 5 മാസം. ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? നിധിക്ക് ഒന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. നിധി പറയും, ഞങ്ങളെ മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ചെയ്യാണ്. ഒറ്റയടിക്കൊന്നും ഡിവോഴ്സ് നടക്കില്ല, അതിനു മുമ്പേ ഒരു കൗൺസിലിങ്ങൊക്കെ ഉണ്ടാവും. ശ്രുതിയോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് നിധിയോട് സംസാരിക്കുകയാണ്. നിധി പറയും, ഞങ്ങളുടെ കല്യാണം അപ്രതീക്ഷിതമായിട്ട് നടന്ന ഒന്നാണ്, അത് മുഴുവനായിട്ട് പറയാൻ എനിക്ക് പറ്റില്ല. ഇഷ്ടപ്പെട്ടിട്ടോ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടോ നടന്ന ഒന്നല്ല. ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടുപേർക്കും അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാമല്ലോ. ഞാൻ സുധീഷിനോട് കൂടി ഒന്ന് സംസാരിക്കട്ടെ, നിധി ഒന്ന് പുറത്തിരിക്കുമെന്ന് പറയും. നിധി പുറത്തു പോയിട്ട് ശ്രുതിയോട് പറയും, വക്കീൽ വിളിക്കുന്നുണ്ട്. കല്യാണം നടന്ന കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല, ഡിവോഴ്സ് വേണമെന്നേ പറഞ്ഞുള്ളൂ. വക്കീൽ ശ്രുതിയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ഞങ്ങളുടെ കല്യാണം അപ്രതീക്ഷിതമായിട്ട് നടന്ന ഒന്നാണ്. നിധിക്ക് ഇതിലൊട്ടും താല്പര്യമില്ല, പക്ഷേ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ട് എനിക്ക്. വക്കീൽ ചോദിക്കും, എന്നാൽ നിങ്ങൾക്ക് സംസാരിച്ച ഒരു തീരുമാനം എടുത്തൂടെ? ശ്രുതി പറയും, അതൊന്നും നടക്കില്ല മാം, അവൾ ഡിവോഴ്സ് കിട്ടിയേ അടങ്ങുമെന്നുള്ള വാശിയില്ല. ഞാനെന്താ ചെയ്യേണ്ടത്? പ്രൊസീഡ് ചെയ്യണോ അതോ വേണ്ടെന്ന് വെക്കണോ? ശ്രുതി പറയും, പ്രൊസീഡ് ചെയ്തോളൂ മാം. നിധിയെ കൂടെ അങ്ങോട്ട് വിളിച്ച് ID പ്രൂഫും സൈനും ഒക്കെ മേടിക്കുകയാണ്. ശ്രുതി ആദ്യം ഒന്ന് സൈൻ ചെയ്യാൻ മടിക്കെങ്കിലും പിന്നെ സൈൻ ചെയ്ത് കൊടുക്കും. വക്കീൽ പറയും, ഓക്കെ, ഇനി ഞാൻ ഡോക്യുമെൻറ്റ്സൊക്കെ റെഡിയാക്കിയിട്ട് വിളിക്കാം. നിധി പറയും, ആ ശരി. അവർ പുറത്തിറങ്ങുമ്പോൾ ഒരു യൂട്യൂബ് ചാനലുകാരെ കാണുകയാണ്. സുധീഷ് കാണുമ്പോൾ തന്നെ പറയാം, നിങ്ങളുടെ ചാനൽ ഞാൻ എപ്പോഴും കാണാറുണ്ട്, എനിക്ക് നിങ്ങളുടെ ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. അവർ പറയും, നമ്മുടെ ഒരു സബ്സ്ക്രൈബറൊക്കെ ഇട്ടിട്ടുണ്ട്, അവരോട് ചിലതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നിങ്ങൾ കപ്പിൾസാണോ? ശ്രുതി പറയും, അതെ. നിങ്ങളുടെ ലവ് മാരേജ് ആണോ? ശ്രുതി അതേന്ന് പറയുമ്പോൾ നിധിയുടെ മുഖം ഒന്ന് മാറും. നിധി പക്ഷേ ഒന്നും പറയില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലോ? നിധി പറയും, അതൊന്നും വേണ്ട. ശ്രുതി പറയും, അതിനെന്താ, ചോദിച്ചോ. നിങ്ങൾക്ക് ഭാര്യയെക്കുറിച്ച് എന്തൊക്കെ അറിയാമെന്ന് അറിയണമല്ലോ. നിധിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറും ഫുഡും ഒക്കെ ചോദിക്കുകയാണ്. ശ്രുതി എല്ലാത്തിനും ഉത്തരം പറയും. നിധിയോട് ചോദിക്കുമ്പോൾ ആ ഉത്തരങ്ങളൊക്കെ കറക്റ്റായിരിക്കും. തിരിച്ച് ഇതേ കാര്യങ്ങൾ നിധിയോട് ചോദിക്കും. ശ്രുതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ചോദിക്കുമ്പോൾ നിധി പറയും, ചുവപ്പ്. അതാണോ എന്ന് ശ്രുതിയോട് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, അല്ല, ബ്ലാക്കാണ് ഇഷ്ടം. ഈ അടുത്ത് നിധി ഒരു റെഡ് കളർ ഷർട്ട് വാങ്ങിച്ച് തന്നിരുന്നു, അതെനിക്ക് നല്ല ഇഷ്ടമായി, അതുകൊണ്ടാവും നിധി അങ്ങനെ പറഞ്ഞത്. ഫുഡ് ചോദിക്കുമ്പോൾ അതും തെറ്റായിട്ടാണ് നിധി പറയുക. അതിനെയും ശ്രുതി ന്യായീകരിക്കുമ്പോൾ വ്ളോഗർ പറയും, വൈഫ് തെറ്റ് പറഞ്ഞാലും ശ്രുതിക്ക് അതിനൊരു ജസ്റ്റിഫിക്കേഷനും ഉണ്ടല്ലോ. വഴക്കിട്ട ആരാ സോറി പറയുന്നത്? നിധി പറയും, അത് സുധീഷ്. വഴക്കിടുമ്പോൾ ആരാ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിക്കാറ്? നിധി പറയും, അത് ഞാനാ. വ്ളോഗർ പിന്നെ ഓരോന്ന് ചോദിക്കുകയാണ്. ഒക്കെ കഴിഞ്ഞ് അവർക്കൊരു ഗിഫ്റ്റും കൊടുത്ത് അവർ പോവും. നിധി പറയും, അണ്ടർസ്റ്റാൻഡിങ് കപ്പിളാണത്രേ, ഇവരൊക്കെ എന്ത് നോക്കിയായി തീരുമാനം പറയുന്നത്? സുധീഷ് പറയും, എന്നാൽ ഞാൻ പോയിട്ട് അവരോട് നമ്മൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നവരാണെന്ന് പറയണോ? നിധിക്കും, സുധീഷിനെന്താ ഭ്രാന്തുണ്ടോ? എന്തിനാ അവരോട് അതൊക്കെ പറയാൻ പോകുന്നത്? അതല്ലേ സത്യം, അവർക്കതൊരു നല്ല കണ്ടൻറ്റും ആവും, നമ്മൾ വൈറലാവുകയും ചെയ്യും. നിധി പറയും, നമ്മുടെ കാര്യം നമ്മുടെ ഇടയിൽ നിന്നാൽ മതി, വേറെ ആരും അറിയണ്ട. അല്ല, എനിക്കിതൊക്കെ ഇഷ്ടമെന്ന് സുധീഷിനെങ്ങനെ മനസ്സിലായി? ഒരുമിച്ചൊരു വീട്ടിൽ ജീവിക്കുന്നതല്ലേ, ഇതൊക്കെ അറിയാതെ ഇരുന്നാൽ പറ്റുമോ? നിധി പറയും, ഇതൊക്കെ ഒരു ഗസ്സാ, ഞാനും പറഞ്ഞില്ലേ. ശ്രുതി പറയും, നിധി പറഞ്ഞതൊക്കെ തെറ്റായിരുന്നില്ലേ? നിധി പറയും, നിങ്ങളുടെ ഒരു ഫ്ലോയിൽ അങ്ങ് സംഭവിച്ചു പോയതാ, ഫ്ലോയിലായാലെന്താ, ഒക്കെ ശരിയായില്ലേ? എന്നാ വാ പോവാം. നിധി ഗിഫ്റ്റായിട്ട് കിട്ടിയ ഫ്ലവർ അവിടെ ഇട്ടിട്ട് പോവാണ്. ശ്രുതി ആ നിലത്തേക്കിട്ട ഗിഫ്റ്റിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും.